ഒരു സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ചുവട് കട്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് 300 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മൾ വീട്ടിലൊക്കെ എടുക്കുന്ന ഒരു 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1/2 കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ചേർക്കാം. റോസ്റ്റ് ചെയ്യാത്ത സേമിയ വാങ്ങുന്നവരാണെങ്കിൽ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. സേമിയ നന്നായി വെന്ത് കിട്ടും. ഇടയ്ക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പത്ത് മിനിറ്റിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. സിമ്മിലേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ നന്നായി കലക്കിയെടുക്കുക. ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കസ്റ്റാർഡ് മിക്സ് ചേർക്കുന്ന സമയത്ത് പാല് നല്ലപോലെ തിക്കാവാൻ തുടങ്ങും, കട്ടിയാവാൻ തുടങ്ങും. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ 4 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത് കസ്റ്റാർഡ് മിക്സ് എടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാം. കുറച്ച് പോമോഗ്രനേറ്റും ആപ്പിളും ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് മിക്സ് വെച്ച് അതിന് മുകളിലേക്കും കുറച്ചുകൂടി ഫ്രൂട്ട്സ് വെച്ച് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡെസേർട്ട് റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.